ഇത്തരം കാര്യങ്ങൾ മനസ്സിനെ പിടിച്ചുലയ്ക്കുന്ന കാര്യങ്ങൾ കാണുമ്പോൾ അതിനോട് വളരെ ആഗ്രഹിക്കുന്ന രീതിയിൽ ഇടപെടാനോ അത്തരം ആളുകളെ സംരക്ഷിക്കാനോ സഹായിക്കാനോ പരിപൂർണമായും കഴിയുന്നില്ല എന്നാണോ? ഒരു വ്യക്തിയെ സ്നേഹിക്കുവാൻ, കരുതുവാൻ എനിക്ക് കഴിയുമെങ്കിൽ അത് ഞാൻ ചെയ്യണം. 1,00,000-യോ 1 കോടിയോ 10 കോടിയോ അല്ലെങ്കിൽ ഒരു രാജ്യത്തെയോ എനിക്ക് രക്ഷിക്കാൻ കഴിയത്തില്ലായിരിക്കും എൻ്റെ അറിവും സാഹചര്യവും. എന്നാൽ ഒരു വ്യക്തിയെ എനിക്ക് സഹായിക്കാൻ കഴിഞ്ഞാൽ ആ ദിവസം, ആ മണിക്കൂർ, ആ സാഹചര്യം ഉപയോഗിക്കണം. അതാണ് എൻ്റെ ജീവിതത്തിൻ്റെ മോട്ടോ. ഞങ്ങളുടെ സഭയുടെയും ഉദ്ദേശം തന്നെയാണ്. ബിഷപ്പ് എന്നുള്ള നിലയ്ക്ക് താങ്കൾ നിർവഹിക്കാതെ പോയ, ചെയ്യാൻ കഴിയാതെ പോയ, അല്ലെങ്കിൽ ചെയ്യാൻ കഴിയാത്ത വിധം പ്രതിസന്ധി സൃഷ്ടിക്കുന്ന കാര്യങ്ങൾ എന്താണ്? ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്താണ്? എൻ്റെ ലൈഫിൻ്റെ ഒരു വലിയ ഡ്രീം, എൻ്റെ ജീവിതകാലത്ത് യേശുവിൻ്റെ സ്നേഹത്തെ ഈ ജനറേഷൻ എല്ലാവരും അറിയണം എന്നുള്ളതാണ്. ഈ മറ്റ് ഫിലോസഫികളുണ്ടല്ലോ, ഇപ്പോൾ മറ്റ് ദർശനങ്ങൾ, മറ്റ് ദൈവദർശനങ്ങളുണ്ടല്ലോ, ഇതിനെയൊക്കെ എങ്ങനെയാണ് കാണുന്നത്? എല്ലാ മതങ്ങളും അവരുടേതായ പഠിപ്പീരുണ്ടല്ലോ. എൻ്റെ ജീവിതത്തിൻ്റെ കമ്മിറ്റ്മെൻറ്റ്, എന്നെ നയിക്കുന്ന ആബ്സല്യൂട്ട്സ് എന്ന് ചോദിച്ചാൽ ബൈബിളാണ്. മറ്റുള്ള മതങ്ങൾ അവരുടെ വിശ്വാസം, അവരുടെ ചിന്തകളോ വിമർശിക്കുവാനോ അല്ലെങ്കിൽ അതിന് വിലയിരുത്തുവാനോ ഞാൻ ശ്രമിക്കുന്നില്ല. എൻ്റെ കാഴ്ചപ്പാട്, ഞാൻ 200 ചില്ലുവാൻ പുസ്തകം എഴുതിയിട്ടുണ്ട്. ആ ഒരു പുസ്തകത്തിലും വേറെ ഒരു മതത്തെയോ അവരുടെ വിശ്വാസത്തെയോ അവരുടെ ദൈവങ്ങളെയോ വിമർശിക്കുകയോ കുറ്റപ്പെടുത്തുകയോ അല്ലെങ്കിൽ അത് വിലയിരുത്തുകയോ ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നില്ല. പക്ഷേ അങ്ങനെ ചെയ്യുന്ന ഒരു പ്രവണത നമ്മുടെ സമൂഹത്തിൽ കാണുന്നുണ്ടല്ലോ. അതെന്തുകൊണ്ട് വരുന്നു? അതിനെ അപലപിക്കാൻ താങ്കൾ തയ്യാറാകുമോ? അതെ, തീർച്ചയായിട്ടും ഉണ്ട്. അതെല്ലാ മതങ്ങളിലും ഉണ്ട്. ബൈബിൾ പഠിപ്പിക്കുന്നത് ദൈവം ഒരുവൻ, മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം മനുഷ്യനെ സ്നേഹിക്കുന്നു. അത് ജാതി മതഭേദമന്യേ. അതുകൊണ്ടാണ് ഞാൻ എല്ലാ മതങ്ങളും പെട്ട ആളുകളെ, എൻ്റെ ഇന്ത്യൻ ഭാരതീയ കൾച്ചർ വെച്ച് ഞാൻ പറയുന്നത്, ഹീ ഈസ് മൈ ബ്രദർ, ഷീ ഈസ് മൈ സിസ്റ്റർ. എൻ്റെ സ്വന്തം സഹോദരനും സഹോദരിയും എന്ന കാഴ്ചപ്പാടാണ് അവരുടെ വിശ്വാസം എന്തായിരുന്നാലും. കാരണം മനുഷ്യനാണ് മതമുണ്ടാക്കിയത്. എന്നാൽ ദൈവം മനുഷ്യനെ എല്ലാം സ്നേഹിക്കുന്നത്. അതുകൊണ്ടാണ് ബൈബിളിൽ ഒരു വാക്യമുണ്ട്, ദൈവം ലോകത്തെ അത്രയ്ക്ക് സ്നേഹിച്ചതുകൊണ്ട് എന്ന് പറഞ്ഞാൽ ആ യൂസേജ്, ആളുകൾ തൻ്റെ ഏകജാതനായ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു. തന്നിൽ വിശ്വസിക്കുന്ന ഒരുത്തനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന്. അന്നേരം ദൈവം സ്നേഹമാകുന്നു. ദൈവം സ്നേഹിക്കുന്നത് മാത്രമല്ല, ദാറ്റ്സ് ഓക്കെ. യേശു പറഞ്ഞു ദൈവം സ്നേഹമാകുന്നു. എന്നാൽ സ്നേഹത്തിൻ്റെ വെളിപ്പാട് എന്ന് പറയുന്നത് നാശമല്ല. സംഭവബഹുലമായ ഈ ജീവിതാനുഭവങ്ങൾ വിലയിരുത്തുമ്പോൾ ഇതിനകത്തൊക്കെ ഒരു യാദൃച്ഛികതയും നമ്മുടെ പ്രവചനത്തിന് അതീതവുമായ കാര്യങ്ങൾ സംഭവിക്കും എന്ന് കരുതുന്നുണ്ടോ? ഇനിയും എന്തൊക്കെ താങ്കളുടെ ജീവിതത്തിൽ സംഭവിച്ചേക്കാം? നാളെപ്പറ്റി ഞാൻ ഒന്നും അറിയുന്നില്ല. എന്നാൽ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു ഗൈഡിങ് പ്രിൻസിപ്പിൾസ് ഉണ്ടല്ലോ. ഇന്ന് യേശുക്രിസ്തു പറഞ്ഞു, ഓരോ ദിവസവും ആ ദിവസത്തിന് വേണ്ടി മാത്രമായി ജീവിക്കുക. ഒരു കാര്യം ഞാൻ ആഴമായി വിശ്വസിക്കുന്നത്, ഇന്നേക്ക് 10 വർഷത്തിനകം അല്ലെങ്കിൽ 20 വർഷത്തിനകം ഞാൻ ആരായിരിക്കും, ഞാൻ എന്ത് ചെയ്യും എന്ന് തീരുമാനിക്കുന്നത് ഇന്ന് ഞാൻ എടുക്കുന്ന തീരുമാനങ്ങളാണ്. ആരും അറിയാത്ത ലോകത്തിൽ ഒറ്റയ്ക്ക് ഞാൻ ചിന്തിക്കുന്ന ചിന്തകൾ, എടുക്കുന്ന തീരുമാനങ്ങൾ. ഞാൻ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് എന്നോട് തന്നെ പറഞ്ഞ കാര്യമുണ്ട്, എനിക്ക് കുഞ്ഞുങ്ങൾ ദൈവം തരുമ്പോൾ, മക്കൾ ഉണ്ടാകുമ്പോൾ അവരോട് ഞാൻ പറഞ്ഞ ഉപദേശങ്ങൾ സഫലമാകണമെങ്കിൽ ഇന്ന് എൻ്റെ ചെറിയ തീരുമാനങ്ങൾ അതനുസരിച്ചായിരിക്കണം. ഒരു ദീർഘവീക്ഷണം എന്നുള്ളത് ഇപ്പം എന്നെ സംബന്ധിച്ച് എന്തുമാത്രം പണം ഉണ്ടാക്കണം, അല്ലെങ്കിൽ കൊട്ടാരം പണിയണം, വീട് പണിയണം, ഞാൻ എനിക്ക് ജീവിതത്തിൽ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിളുണ്ട്. അതായത് ഇന്നേക്ക് 100 വർഷത്തിനകം വീടോ കൂടോ വസ്ത്രമോ സ്റ്റാറ്റസോ പവറോ പൊസിഷനോ ഈ ഭൂമിയിൽ കാണുന്ന ഒന്നും ഇവിടെ ശേഷിക്കത്തില്ല. ഐ ഹാവ് ടു ലീവ്
ഓൾ ദീസ് തിങ്സ്. അതുകൊണ്ട് എൻ്റെ വാല്യൂ ആബ്സല്യൂട്ട്, ഞാൻ എങ്ങനെ ജീവൻ തീരുമാനിക്കുന്ന ഭാവി എന്തായിത്തീരും എന്നുള്ളത് നിത്യതയിൽ സമയത്തിൽ അവസാനിക്കാത്ത കാര്യങ്ങളെ ബേസ് ചെയ്തിരിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് യേശു ക്രിസ്തു പറഞ്ഞത് മറ്റുള്ളവരെ സ്നേഹിക്കുക. ഇതൊക്കെ വിട്ടുപോകണം എന്നുള്ളൊരു അതൊരു യാഥാർത്ഥ്യമാണ്. ആ ഒരു തോന്നൽ എല്ലാ ചിന്തിക്കുന്ന മനുഷ്യർക്കുള്ളതുപോലെ തന്നെ ഞങ്ങളുടെ ഉള്ളിലും ശക്തമാണ്. പക്ഷേ മനുഷ്യനെന്ന നിലയ്ക്ക് ഒരു വേദന തോന്നില്ലേ, നിരാശ തോന്നില്ലേ, ഖേദം തോന്നില്ലേ, ഇതിനെയൊക്കെ ഉപേക്ഷിച്ച് പോകണം? അതിൻ്റെ മറുപടി പറഞ്ഞാൽ, ഈ ബിലീവ് ഇറ്റ് ഓർ നോട്ട് എന്നൊരു പരിപാടി ഉണ്ടല്ലോ, പുസ്തകം ഉണ്ടല്ലോ എന്ന് പറഞ്ഞ പോലെ, ബിലീവ് ഇറ്റ് ഓർ നോട്ട്, വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും എന്നെ സംബന്ധിച്ച് എനിക്ക് യാതൊരു റിഗ്രറ്റുമില്ല. കാരണം എന്നോട് 1-2 വർഷം മുമ്പ് ഒരാൾ ചോദിച്ചു, നിങ്ങൾ ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ ചെയ്തെടുത്തല്ലോ, 200 ചില്ലുവാൻ പുസ്തകങ്ങൾ എഴുതി, അത് ചെയ്ത് ഇതെല്ലാം ഒരു വലിയ ലിസ്റ്റ് ഈ വ്യക്തിയോട് പറഞ്ഞ ശേഷം പറഞ്ഞു, ഇതിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നേടിയെടുത്ത ഏറ്റവും വലിയ സംഗതി എന്തുവാ? എൻ്റെ മറുപടി, ദൈവം എനിക്കെന്ന് 2 കുഞ്ഞുങ്ങളുണ്ട്. അവർ നേരെ ചൊവ്വേ ജീവിക്കുന്നു, യേശുവിന് വേണ്ടി ജീവിക്കുന്നു. ഈ എന്നോട് ചോദിച്ച വ്യക്തി പറഞ്ഞു, അതെന്നാ അങ്ങനെ പറയുന്നത്? നിങ്ങളുടെ ഈ നേട്ടങ്ങളൊന്നും നിങ്ങൾ നിസ്സാരമായിട്ട് നിങ്ങൾ കണക്കാക്കുന്നത് എന്താ? വൈ യു സേ ലൈക്ക് ദാറ്റ്? ഞാൻ പറഞ്ഞു, സ്നേഹിത, ഞാൻ എന്ന വ്യക്തി എനിക്ക് ലഭിച്ച സകല വിദ്യാഭ്യാസവും ധനവും സാഹചര്യവും പൊസിഷനും ടൈറ്റിൽസും നേട്ടങ്ങളും എല്ലാം എടുത്തു മാറ്റി ശേഷം നഗ്നനായി ഞാൻ മാത്രം നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അതിനോട് ഒന്ന് ചേർത്താലും അർത്ഥമില്ലാത്തതാണ്. ഇതൊരു പ്രസംഗമോ ഒരു ഫിലോസഫിയായിട്ട് പറയുന്നതല്ല. എന്നെ സംബന്ധിച്ച് ഒരു കൊച്ചു വയറുണ്ട്, ഇച്ചിരി ആഹാരം കഴിക്കണം, ഒരു ചെറിയ ബെഡുണ്ടകത്തെ ഉറങ്ങണം, യാത്ര ചെയ്യാനായിട്ടൊരു വാഹനം വേണം. അതിനപ്പുറമായത് അതിനകത്തൊന്നും ഹാപ്പിനെസ്സോ ഐ ഡോണ്ട് ഫൈൻഡ് എനി കണ്ടൻമെൻറ്റ് ഇൻ ഇറ്റ്.